എന്റെ കണ്ണു വെട്ടിച്ച് നീ എന്ത് തന്നെ ചെയ്യാൻ ശ്രമിച്ചാലും അതെനിക്ക് വളരെ എളുപ്പം മനസ്സിലാവും. എന്റെ മുഴുവൻ ശക്തിയും ത്രിവിക്രമനെയും തൃശൂലിനെയും രക്ഷിക്കാൻ ഞാൻ ഉപയോഗിക്കും. ഞാൻ നിന്നെ വേട്ടയാടാൻ തുടങ്ങിക്കഴിഞ്ഞു ശിവാനി. ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. തീർച്ചയായും സാധിക്കും. നീ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഈ വീട്ടിലുള്ളവരെ രക്ഷിക്കാനുള്ള ശക്തി എനിക്കുണ്ട്. എന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന ഈ കുടുംബത്തെ ഒരു കാരണവശാലും ഞാൻ പാതി വഴിയിൽ കൈവിട്ട് കളയില്ല. അക്കാര്യം നീ ഓർമ്മയിൽ വച്ചോ. എന്താടാ രണ്ടാളും വീട്ടിൽ തന്നെ ഇരിക്കുന്നത്? സൈറ്റിലേക്കൊന്നും പോയില്ല ഇതുവരെ? പോവാനിറങ്ങായിരുന്നു ഡാഡി. ഡാഡ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം തൃശൂൽ ബ്രോ എടത്തിയെ വിട്ടിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. പിന്നെയല്ലേ ജോലിക്ക്. നമസ്കാരം സാർ. ആരാ നിങ്ങൾ അകത്തേക്ക് വിട്ടത്? എന്റെ പേര് വെങ്കടേശൻ എന്നാ. കല്യാണ ബ്രോക്കറാ. സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ചോദിച്ചിട്ടൊക്കെ വേണ്ട വരാൻ. നന്ദീശ, പറയടോ. അങ്ങയുടെ മകൾക്ക് കല്യാണം നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു. ഞങ്ങളുടെ ഈ നല്ല പയ്യനുണ്ട്, കാണിക്കാമെന്ന് കരുതി. ദിഗ്വിജയ, ആരുടെ കല്യാണക്കാര്യത്തെ പറ്റി ഇയാള് സംസാരിക്കുന്നേ? അമ്മേ, അത് നമ്മുടെ വീണയുടെ കല്യാണക്കാരിയാ. ഡാഡ്, ഇതെന്താ പുതിയ സംഭവമാണല്ലോ. വീണയ്ക്ക് കല്യാണോ? അച്ഛാ, ഞങ്ങൾ ആരും ഇതൊന്നും അറിഞ്ഞതേയില്ല. അതൊരു വലിയ കഥയുടെ മോനെ. ഒരു വെറും വാക്ക് പറഞ്ഞതാ, അതിപ്പോ ഇവിടം വരെ എത്തി. അല്ലടാ ദിഗ്വിജയ്, ആരോടും ഒരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ നീ. അമ്മേ, കല്യാണം നോക്കുന്നതല്ലേ ഉള്ളൂ, നാളെ തന്നെ നടത്താൻ പോകുന്നൊന്നുമില്ലല്ലോ. ദമയന്തി ഇങ്ങോട്ട് വന്നിട്ട് ഒരു തീരുമാനത്തിലെത്താന്ന് വിചാരിച്ചിരിക്കുക ഞാൻ. താൻ്റെ കാര്യം ചെയ്യേ, ആ ഫോട്ടോസ് തന്നിട്ട് വയ്ക്കാം. ഇതാ സാർ. സാർ, ഈ പയ്യന്റെ അച്ഛന്റെ പേര് ജിതേന്ദ്ര വർമ്മ എന്നാ. നല്ല കുടുംബക്കാരാണ് സാർ. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഫാമിലിക്ക് എന്തുകൊണ്ടും ചേരുന്ന ബന്ധ, സമ്പത്ത് കൊണ്ടും സംസ്കാരം കൊണ്ടും, അങ്ങനെ എല്ലാ കാര്യത്തിലും. ഇവരുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമുണ്ടായാൽ അത് വളരെ നല്ല കാര്യമാണ്. ഈ ആലോചന മുമ്പ് വന്നിട്ടുള്ളത് പോലെ തോന്നുന്നു. ഈ പയ്യനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ആ, ഹലോ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ശരി ശരി, സൂക്ഷിക്കണം. എവിടെ? ഫോട്ടോ ഒന്ന് ഞങ്ങളെ കൂടെ കാണിച്ചേ. സാർ, ചെറുക്കന്റെ പേര് അജിത്ത് എന്നാണ്. കോടിക്കണക്കിന് സ്വത്തുണ്ട്. എന്നാൽ അവൻ അതൊന്നും എടുക്കാതെ സ്വന്തമായിട്ട് തന്നെ കമ്പനി തുടങ്ങിയിരിക്കുക. നല്ല പയ്യനാണ് സാർ. തീരുമാനിച്ച കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കില്ല. സാർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഹലോ കൃഷ്ണമൂർത്തി, പറയടാ. എന്താ പറഞ്ഞേ? കേസ് നമുക്ക് അനുകൂലമാണെന്നോ? വെരി ഗുഡ്. നമ്മുടെ ഓപ്പോസിറ്റ് കക്ഷി കേസ് വിഡ്രോ ചെയ്തല്ലേ? ഇതെന്തായാലും സന്തോഷ വാർത്തയാ. നീ വൈകിട്ട് ഓഫീസിലേക്ക് വാ, നമുക്ക് കാണാം. ഞങ്ങളുടെ ആൾക്കാർ കറക്റ്റ് സമയത്ത് തന്നെ പണി നടത്തിയിരിക്കുന്നു. നന്ദീശ, ആനക്കാട്ടിലെ എസ്റ്റേറ്റിന്റെ കേസ് നമുക്ക് അനുകൂലമാ. അതൊരു നല്ല കാര്യമായല്ലോ മുതലാളി. ഈ കല്യാണാലോചന വന്നതും ഒപ്പം ഈ ശുഭവാർത്ത വന്നതും തമ്മിലെന്തോ ബന്ധമുള്ള പോലെ. സംശയമില്ല സാർ, ശുഭസൂചനയാ വന്നിരിക്കുന്നത്. സമ്മതിക്കണം സാർ. ഇങ്ങനെ ഒരു ബന്ധം ഒരിക്കലും കിട്ടിയെന്നിരിക്കില്ല. സമ്മതിക്കും സാർ. ഇവൻ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നല്ലോ. ശത്രുക്കളെ കൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നു ഞാൻ. എത്ര പെട്ടെന്ന് അതൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചത്. ഒരു പ്രാവശ്യം ഇവരെ സമ്മതിപ്പിച്ച് ബന്ധം ഒന്ന് ഉറപ്പിച്ചാൽ മതി. ആദിശേഷന്റെ ശിവാനിയുടെയും കഥ ഈസിയായിട്ട് തീർക്കാൻ പറ്റും. അമ്മ, എനിക്കെന്തോ ഈ ആലോചന ഉറപ്പിച്ചാലോ എന്നൊരാഗ്രഹം. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ? ഞങ്ങൾക്ക് എന്ത് തന്നെ തോന്നിയാലും ദമയന്തി വരണ്ടടാ മോനെ. മാത്രല്ല വീണയ്ക്കും ഈ പയ്യനെ ഇഷ്ടപ്പെടണ്ടടാ മോനെ. ഡാഡ്, എനിക്കിപ്പോ കല്യാണം വേണ്ട. എന്റെ തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിരിക്കും. അതിനെ ഇവിടെ ആരും ചോദ്യം ചെയ്യേണ്ട ആവശ്യം തൽക്കാലമില്ല. താൻ്റെ കാര്യം ചെയ്യും. നാളെ അവരോട് ഇങ്ങോട്ട് വരാൻ പറ.
നേരിട്ട് സംസാരിച്ച് തീരുമാനം എടുക്കാം. ആയിക്കോട്ടെ സാർ. എന്താ ഇവിടെ നടക്കുന്നേ? എല്ലാരും ഒരുമിച്ചുണ്ടല്ലോ. നമ്മുടെ വീണയ്ക്ക് ഒരു കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക. എന്താ? വീണയ്ക്ക് കല്യാണോ? ആലോചനയായിട്ട് വന്നതാ. ബാക്കി കാര്യം സംസാരിക്കാൻ നാളെ വരും അത്രേ. എന്താ? നാളെ തന്നെയോ? അങ്കിൾ, വീണയ്ക്ക് ഇപ്പൊ കല്യാണം വേണ്ട. എന്താ മോളെ? ദിവസങ്ങൾ എന്തോ ശരിയല്ല. അമ്മ വീട്ടിലും ഇല്ലല്ലോ. അമ്മ വന്നിട്ട് സംസാരിച്ച് തീരുമാനം പോരെ. അത് മാത്രമല്ല, കല്യാണം എന്നത് ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം. നല്ലപോലെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താ പോരെ. അല്ല മോളെ, വീണ എനിക്ക് വേണ്ടി അങ്കിൾ. ഇനി കുറച്ചു ദിവസം കൂടെ കഴിയട്ടെ. ശരി, ദമയന്തി വരുന്നത് വരെ ഈ കാര്യം തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. വിവരം ഞങ്ങൾ വിളിച്ചു പറയാം. തൽക്കാലം താൻ പൊയ്ക്കോ, ഞാൻ തന്നെ വിളിച്ചോളാം. ഓക്കെ സാർ. പോയ കാര്യം എന്തായി ചന്ദ്രകാസ? എല്ലാം നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞില്ലേ? അവരെല്ലാം ഈ ബന്ധത്തിന് സമ്മതം മൂളിയോ? എന്റെ ഏട്ടനെ അവർക്കിഷ്ടമായോ? സംസാരിക്കൂ ചന്ദ്രകാസ, നിന്നോടാണ് ഈ ചോദിക്കുന്നത്. ഇല്ല ചേട്ടാ, എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ചന്ദ്രഹാസ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, പറഞ്ഞ കാര്യം നിന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലേ? നല്ലതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ അവരെ അറിയിച്ചില്ലേ? എന്നിട്ട് സമ്മതിച്ചില്ലേ? ഉത്തരം പറയൂ ചന്ദ്രഹാസ, എന്തുകൊണ്ടാണ് ഈ മൗനം? എന്തുകൊണ്ട് നിനക്ക് ഈ കാര്യം ചെയ്യാൻ സാധിച്ചില്ല? എന്നെ കൊണ്ടത് സാധിക്കുമായിരുന്നു ചേട്ടാ. ദിഗ്വിജയനും ഈ ബന്ധത്തെ അംഗീകരിക്കാൻ തുടങ്ങിയതാ. വീട്ടുകാരെല്ലാം സമ്മതിക്കുമെന്ന അവസ്ഥയിലെത്തിയപ്പോഴേക്കും പിന്നെ എന്ത് സംഭവിച്ചു? ആ കൃത്യസമയത്ത് തന്നെ ആ നാഗം അവിടേക്ക് കയറി വന്നു. ആര്? ആ ശിവാനിയാണോ? അതെ, അവൾ അവിടേക്ക് വന്നു. ഇന്നത്തെ ദിവസം ശരിയല്ല, നല്ലൊരു ദിവസം നോക്കി തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിയാതെ എങ്ങനെ തീരുമാനിക്കുമെന്ന് അവൾ ചോദിച്ചു. അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ഇക്കാര്യത്തിൽ നിന്നും വീട്ടുകാരെ അവൾ തട്ടിമാറ്റി. ശിവാനി! നമ്മൾ വിചാരിച്ചതുപോലൊന്നും സംഭവിച്ചില്ലല്ലോ. ഓരോ മത്സരത്തിലും നമ്മൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുവച്ചാ? ഈ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ വിജയിക്കുകയില്ല. പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടായിരിക്കുക തന്നെ വേണം. അജിത്തെ, പറയൂ അച്ഛാ, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. ഈ നിമിഷം മുതൽ നീ ആ ദിഗ്വിജയന്റെ മകളെ പിന്തുടർന്നേ പറ്റൂ. അവൾ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന കാര്യത്തിൽ നിനക്കൊരു ശ്രദ്ധ ഉണ്ടാവണം. അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്ന കാര്യങ്ങൾ നീ മനസ്സിലാക്കണം അജിത്തെ. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ അച്ഛാ? ഇതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. അതുകൊണ്ട് എന്താണ് ഉപയോഗം? ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ശരി അച്ഛാ. നല്ലോണം ശ്രദ്ധയുണ്ടാവണം അജിത്തെ. ഒരു കാരണവശാലും നീ ഗരുഡ ലോകത്തുള്ളവനാണെന്ന് അവൾക്ക് മനസ്സിലാവരുത്. ആ ശിവാനി എത്ര തന്നെ എതിർക്കാൻ ശ്രമിച്ചാലും ഞാൻ ആ വീടുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക തന്നെ ചെയ്യും. ആദിശേഷന്റെയും ശിവാനിയുടെയും കൂടിയിരുന്ന് രണ്ടുപേരുടെയും കഥ ഞാൻ അവസാനിപ്പിക്കും. ത്രിവിക്രം, ത്രിവിക്രം, ഒരു മിനിറ്റ്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്നോട് സംസാരിക്കാൻ എന്താ ഉള്ളേ? ഇനി കൂടുതലൊന്നും പറയണ്ട. ത്രിവിക്രം, അത് അങ്ങനെയല്ല ത്രിവിക്രം. ശിവാനി പ്ലീസ്, കാര്യം എന്താന്ന് വെച്ചാൽ നേരെ പറയ്. എനിക്ക് വേറെ ജോലിയുണ്ട്.
അത് ത്രിവിക്രം ആരോടും ചോദിക്കാതെയും പറയാതെയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് എങ്ങോട്ടും പോകാൻ പാടില്ല. ഇനി 2 ദിവസത്തേക്ക് പുറത്തേക്ക് എങ്ങോട്ടും പോകണ്ട. വാട്ട്? ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കണമെന്നോ? നോ ചാൻസ്. വാശി പിടിക്കല്ലേ ത്രിവിക്രം. അമാവാസി കഴിയുന്നത് വരെയെങ്കിലും നീ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. വീട് വിട്ട് പുറത്തേക്കെങ്ങും പോകില്ലെന്ന് എനിക്ക് വാക്കുതാ. ജീവിതകാലം മുഴുവൻ ഈ കൈ പിടിക്കണമെന്ന് ആഗ്രഹിച്ചവനാ ഞാൻ. പക്ഷെ ഇനി ആ കൈ തൊടാൻ എനിക്കാവില്ല. ശരി, ആയിക്കോട്ടെ. വാക്ക് തരണ്ട. എങ്ങോട്ട് പോവുകയും വേണ്ട. ട്രൈ ചെയ്യാം ശിവാനി. നിനക്കെന്നോട് ശരിക്കും സ്നേഹമുണ്ടോ? നിനക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. ആകാശം മേഘം കൊണ്ട് മൂടുന്ന സമയത്ത് ഭൂമിയിലേക്ക് വെയിൽ തട്ടില്ല എന്നുള്ള സത്യം. പക്ഷെ ആ സമയത്ത് സൂര്യനെ ഇല്ലാന്ന് പറയുന്നത് തെറ്റാണ്. അതുപോലെ എനിക്ക് നിന്നോടുണ്ടായിരുന്ന സ്നേഹം നീ അറിഞ്ഞില്ല എന്ന് കരുതി എനിക്ക് സ്നേഹമില്ല എന്നല്ല. ആക്ച്വലി എനിക്ക് നിന്നെ ഇപ്പോഴും ഒന്നുമില്ല. ബൈ. ഞാൻ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം, എനിക്കെപ്പോഴും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ഇതെങ്ങോട്ടും പോവരുത് ത്രിവിക്രം. എസ്റ്റേറ്റിൽ കുറച്ച് ജോലിയുണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാവും. വേണ്ട വേണ്ട, അതെന്ത് ജോലിയാണെങ്കിലും ഞാൻ പോയിക്കോളാം. നീ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ശരി. എക്സ്ക്യൂസ് മീ. എന്താണ്? എന്തിനാ ഇപ്പൊ വിളിച്ചേ? ത്രിവിക്രം, അത്രയ്ക്ക് ദേഷ്യമാണോ നിനക്കെന്നോട്? ഫോൺ ചെയ്ത കാര്യം എന്താന്ന് വെച്ചാ പറയും. നീ എവിടെയുള്ളേ? അതൊക്കെ അറിഞ്ഞിട്ട് നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നോളൊന്നും അല്ലല്ലോ നീ. പിന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് എന്തിനാ? ത്രിവിക്രം, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പുറത്തേക്ക് വാ. നോ വേ, ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല. എന്റെ വാക്ക് കേൾക്കില്ലേ നീ? എന്തുകൊണ്ട്? ഞാൻ പുറത്തേക്ക് എവിടെയും പോവില്ല എന്ന് ശിവാനിക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തിരിക്കുക. ത്രിവിക്രം, ഒരു മിനിറ്റ്. നീ ഒരു വാക്കല്ലേ കൊടുത്തിട്ടുള്ളൂ? കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വാ. പറ്റില്ല. കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല. ത്രിവിക്രം, ഇപ്പൊ നീ എന്റെ വാക്ക് കേൾക്കൂല്ലയോ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ വാക്ക് ഞാൻ കേൾക്കുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഗുഡ്, വെരി ഗുഡ്. യു നോ വാട്ട്? ഐ എം വെരി ബാഡ്. ത്രിവിക്രം, ത്രിവിക്രം. ശിവാനി, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. പുറത്തേക്ക് എങ്ങോട്ടും പോകുന്നില്ല. ശരി, എസ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം ത്രിവിക്രം. മായേ, നീ എത്ര തന്നെ ശ്രമിച്ചാലും തൃശൂലും ത്രിവിക്രമും എന്റെ ഒപ്പം തന്നെ ഉണ്ടാകും. അവരെന്റെ വാക്കുകൾ മാത്രമേ കേൾക്കൂ. നിനക്കവരെ ഒന്നും ചെയ്യാനാവില്ല. ത്രിവിക്രമല്ലേ അത്? അവൻ ഇവിടെ എന്താ ചെയ്യാ? ത്രിവിക്രം, ത്രിവിക്രം, നീ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നേ? പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്താ ത്രിവിക്രം? ഒന്നുമില്ല, ചുമ്മാ പുറത്തേക്ക് വന്നതാ. എന്റെ വാക്ക് ധിക്കരിച്ച് നീ പുറത്തേക്ക് വന്നല്ലോ. അപ്പൊ എന്റെ വാക്കിന് അത്ര വില കൽപ്പിച്ചിട്ടുള്ളൂ അല്ലേ? അതുകൊണ്ടല്ല ശിവാനി, വീട്ടിൽ തന്നെ എത്ര നേരം വെച്ചാൽ കുത്തിയിരിക്കുന്നേ. ഒരു ചേഞ്ചിന് വേണ്ടി പുറത്തേക്ക് വന്നതാ. ത്രിവിക്രം, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്റെ സങ്കടം നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. നീ വീടിന്റെ പുറത്തേക്ക് ഒരു ചുവട് പോലും വെക്കാൻ പാടില്ല. ശിവാനി, ഞാൻ പറയുന്നേക്ക്. എനിക്ക് ഈ 4 ചുവരുകൾക്കുള്ളിൽ ജീവിച്ച ശീലമില്ല. സ്വസ്ഥമായി പുറത്തിറങ്ങി സഞ്ചരിച്ചേ പറ്റൂ എനിക്ക്. എന്തിനാ ത്രിവിക്രം ഇങ്ങനെ വാശി? 2 ദിവസത്തെ ബുദ്ധിമുട്ടല്ലേ? അമാവാസി കഴിഞ്ഞ പിന്നെ എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളും. എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടുകയും ചെയ്യും. അതുവരേക്കും നീ എന്റെ വാക്ക് കേട്ടേ പറ്റൂ. ശിവാനി, അതല്ല. വേണ്ട, ഇനി ഒന്നും ഇങ്ങോട്ട് പറയേണ്ടതില്ല. ഞാൻ കേൾക്കാനും പോകുന്നില്ല.
വന്ന് വണ്ടി കയറ്. ശിവാനി നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. പറ്റില്ല ത്രിവിക്രം, നീ എന്റെ കൂടെ വന്നേ പറ്റൂ. പ്ലീസ് വന്ന് കാറി കയറ്. ശരി. മഹാദേവ, ശരിയായ സമയത്താണ് നീ എന്നെ ഇവിടെ എത്തിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ആ മായാങ്കന ത്രിവിക്രമനെ എന്ത് ചെയ്യായിരുന്നു എന്തോ. തൃശൂൽ, തൃശൂൽ, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? നീ പുറത്തേക്ക് ഇറങ്ങിയോ? നിന്നെ ഒന്ന് കാണണം തോന്നി ശിവാനി. നീ വന്നല്ലോ, അതുകൊണ്ട് ഞാനും വന്നു. പുറത്തേക്ക് എങ്ങോട്ട് ഇറങ്ങില്ലെന്ന് എനിക്ക് വാക്ക് തന്നിട്ട് അത് നീ തെറ്റിച്ചില്ലേ? എല്ലാരും എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ശിവാനി, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. കുറഞ്ഞ പക്ഷം നീയെങ്കിലും എന്റെ വാക്ക് കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ശിവാനി, അതുകൊണ്ടൊന്നും സംസാരിക്കേണ്ട എന്നോട്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ചെല്ല്, വണ്ടി കയറ്. ശിവാനി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ശിവാനി, ശിവാനി, നീ എന്താ ചെയ്യുന്നേ? ശിവാനി, എന്താ? ശിവാനി. മഹാദേവ, ഇവരാരും ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലല്ലോ. മായാങ്കനയുടെ കയ്യിൽ ഇവരെ എങ്ങനെ കിട്ടിക്കഴിഞ്ഞാ അവൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഞാൻ പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാക്കി കൊടുക്കണേ ദൈവമേ. ത്രിവിക്രം, ത്രിവിക്രം അങ്ങോട്ട് നോക്കി. അയാളെ കാണാൻ നിന്നെ പോലെ ഉണ്ടല്ലോ.